It's me Marina Jabi. Again, welcome back to Orange Spicy. Orange Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന തട്ടമിട്ട മൊഞ്ചത്ത് ഉമ്മുക്കുൽസാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ വേഗം നമുക്ക് ഉമ്മുക്കുൽസിനെ മൊഞ്ചത്തേക്ക് ഒരുക്കിറക്കിയാലോ. ഉമ്മുക്കുൽസിനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിക്കൂർ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ 1.5 ടീസ്പൂൺ പെരുംജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് കൂട്ടത്തിൽ 1 ടീസ്പൂൺ മുഴുവനുള്ള കുരുമുളകും 4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആയി വരുമ്പോൾ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ഈ മസാലയുടെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാനുണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈനായിട്ട് പൊടിച്ച മസാലപ്പൊടിയുടെ കൂട്ടത്തിൽ ഞാനൊരു പകുതി സവോളയും പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടത്തിൽ ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ള കുറച്ച് പൊടികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ എടുത്ത് നമുക്ക് ഫുള്ളൊന്ന് വരഞ്ഞു കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 6 പാക്കെങ്കിലും ആക്കണം കേട്ടോ. 8 പാക്ക് ആക്കിയാലും യാതൊരു പ്രശ്നമില്ല. എത്ര വരഞ്ഞെടുക്കാമോ അത്രയും നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ മസാല നമ്മൾ റെഡിയാക്കിയ മസാലയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ബാലൻസ് എല്ലാം ചിക്കന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ മസാല ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഈ ചിക്കനും അകത്തും പുറത്തും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് നമ്മൾ ചിക്കനുമേ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ചിക്കൻ്റെ 2 കാലും ഒരു ത്രെഡ് ഉപയോഗിച്ച് ഒന്ന് കൂട്ടി കെട്ടി വയ്ക്കണം. നല്ല ടൈറ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ കാല് നന്നായിട്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്, അഴിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം കേട്ടോ. എന്നാലാണ് മസാലയൊക്കെ നന്നായിട്ട് ഫുൾ ചിക്കനൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഓവർനൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലോട്ടൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടുതലൊരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തോട്ട് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളൊക്കെ നന്നായിട്ട് വഴന്ന ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് സവാളയുടെ നല്ല മിക്സ് ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് സവാളയുടെ നല്ല മിക്സ് ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ മസാല അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മസാലയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ മസാല എല്ലാം നന്നായിട്ട് മൂന്നതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തോടെ 2 പുഴുങ്ങിയ മുട്ട ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ ചെറുതാണെങ്കിൽ 1 മുട്ട ചേർത്താൽ മതി കേട്ടോ. 2 മുട്ട ചിക്കൻ്റെ ഉള്ളിൽ തികയെങ്കിൽ മാത്രം 2 മുട്ട ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനിലോട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ഫില്ലിങ് മുട്ടയോട് കൂടി തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട വെച്ച് കൊടുക്കാം. വീണ്ടും മസാല വെച്ച് ഫില്ല് ചെയ്യുക. വീണ്ടും അടുത്ത മുട്ടയും കൂടെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ബാലൻസുള്ള സവാളയും കൂടെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച മസാല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് ഒരു സൂചി നൂല് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കാം.
അപ്പൊ ഇനി നന്നായിട്ടൊന്ന് തുന്നി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു 3 ടൂത്ത് പിക്ക് കൂടെ ബാക്ക് സൈഡിലൊന്ന് കുത്തി കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഒട്ടും പേടിക്കേണ്ടതാണ് മസാല പുറത്തു പോകുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് കൊള്ളുന്ന ഒരു പാൻ വേണമായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറിച്ചിടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ പാനിലോട്ട് ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പൊ നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഒത്തിരി ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മുടെ ചിക്കൻ നമ്മുടെ പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറിച്ചിട്ടുമ്പോൾ നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. വീണ്ടും മൂടി വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് 4 സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉറപ്പായിട്ട് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഫുൾ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഉള്ളൊന്നും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടില്ല. അപ്പൊ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മൂടി വെച്ച് നന്നായിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചിക്കനെ നല്ല തട്ടൊക്കെ ഇടിച്ച് നല്ല മൊഞ്ചത്തിയായിട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുഴുങ്ങി മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണായിട്ട് നമുക്ക് 2 ഗ്രാമ്പു അപ്പുറം ഇപ്പുറം വെച്ച് കൊടുക്കാം. അതിന്റെ സെന്ററിലോട്ട് നമുക്ക് ഒരു ഗ്രാമ്പു വെച്ചിട്ട് തന്നെ ഒരു മൂക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചുണ്ടായിട്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മുട്ട ഒരു 2 ടൂത്ത് പിക്കിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തോട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഉമ്മുക്കുൽസിന് തലയായി. ഇനി നമുക്ക് തട്ടം റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിലൊന്ന് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ തലയിലൊന്ന് വെച്ച് തട്ടാക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സുന്ദരി ഉമ്മുക്കുൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, ഭംഗി പോലെ ഒന്ന് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.